ഞാൻ തൊല്ലത്ത് റോയൽ കസ്റ്റമേഴ്സ് കാവന്നൂർ. ഇന്ന് നമ്മളൊരു BS6 ക്ലാസിക്കിൻ്റെ ഒരു റിവ്യൂ ആണ് എടുക്കുന്നത്. യൂസ്ഡ് വണ്ടി റിവ്യൂ ആണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ BS6 വന്നിട്ടുള്ള ട്വിൻ കളറാണിത്, കോപ്പർ ബ്ലാക്ക് വരുന്നത്. അതിൽ ഇതിന് സ്റ്റെൽത്ത് ബ്ലാക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ രണ്ടായാലും കളർ ചേഞ്ചിൽ മാത്രമേ മാറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്റ്റോക്ക് എക്സോസ്റ്റ് മാറ്റിയിട്ട് ഒരു ഗ്ലാസ് ഫുൾ ടൈപ്പ് എക്സോസ്റ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ക്ലാസിക്കിൽ വരുമ്പോൾ നമുക്ക് ECM ത്രോട്ടിൽ ബോഡി വരുന്നത് കേട്ടോ. ഇപ്പോൾ സ്റ്റാൻഡേർഡ് BS6 മാതിരിയല്ല, അത് ഒരു സിസ്റ്റമായിട്ടാണ് വരുന്നത്. കംപ്ലയിൻ്റ് ആയിക്കഴിഞ്ഞാൽ രണ്ട് ഒന്നിച്ച് മാറ്റുക എന്നുള്ള നിർവാഹമുള്ളൂ, ഒറ്റ ചിലവാണ് വരിക. ഇപ്പം സ്റ്റാൻഡേർഡ് ആകുമ്പോൾ ഒന്നും കൂടുതൽ കംപ്ലയിൻറ്റ്സ് കണ്ട് വരുന്നില്ല കേട്ടോ. കൂടുതലായിട്ട് ഒരു കംപ്ലയിൻറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. ഇതിൻ്റെ ഒരു റൈഡിങ് പെർഫോമൻസാണ് നോക്കുന്നത്. BS6 വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഈ MIL ലൈറ്റാണ്, ABS ലൈറ്റാണ്. അപ്പോൾ ഇത് മുന്നിലുള്ള വീഡിയോ പറഞ്ഞാൽ ആവർത്തിക്കുന്നത് മാത്രം, വീഡിയോ കാണാത്തവർക്കായിട്ട് ആവർത്തിക്കുകയാണ്. കാരണം ഈ കാണുന്ന ABS ലൈറ്റ് 5 കിലോമീറ്റർ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ഓഫ് ആവണം. അതുമാതിരി തന്നെ സ്റ്റാർട്ടായോടെ തന്നെ നോക്കുക, MIL ലൈറ്റ് ഓഫായി. ഓക്കെ, അപ്പോൾ ഇതാണ് BS6 വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള മെയിൻ കാര്യം. ഇനിയിപ്പോൾ ഇതൊരു ABS ലൈറ്റ് ഓഫാണ് കാണാം, അത് ഓഫായിട്ടുണ്ട്. അപ്പം ഇതിൽ ഇതിൻ്റെ അവസാനത്തെ കണ്ണിയാണ് ഈ ഒരു BS6 ഇതിൽ വരുന്ന ഒരു ക്ലാസിക്ക്. പിന്നെ ഇതിൻ്റെ ലോ എൻഡ് ടോർക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഇത് ഒരു 40ൻ്റെ ചോടെ സ്പീഡിലാണ് ഇപ്പോൾ ഇത് പോണത്. നോക്കാം, വണ്ടി കിട്ടുന്നുണ്ട്. കാരണം അലൗഡല്ല എന്നുള്ളത് ഓക്കെയാണ്. എന്നാലും റോയൽ എൻഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം എക്സോസിൻ്റെ ഒരു നോട്ടാണ് നമുക്ക് എപ്പോഴും ആ ഒരു പിന്നെ നമുക്കൊരു പഞ്ച് ഫീൽ ചെയ്യുക. എൻഫീൽഡ് ഓടിക്കുന്ന ഒരു പഞ്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ റോയൽ എൻഫീൽഡിൻ്റെ ഒരു എക്സോസ്റ്റ് നോട്ട് ശരിക്കും ഫീൽ ചെയ്യും. ഈ ഒരു വണ്ടിയുടെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പക്ഷെ നല്ല ഒരു ടോർക്ക്, സാധാരണ ക്ലാസിക് 50ൻ്റെ മുകളിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് 5ാമത്തെ ഗിയറിലിടാൻ പറ്റുള്ളൂ. എങ്കിലും ഇതൊരു 40-45 സ്പീഡിൽ സുഖമായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. ആ ടോർക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പറഞ്ഞല്ലോ, ബുള്ളറ്റ് എന്നുള്ളത് 350 സ്റ്റാൻഡേർഡ് തന്നെയാണ്. ഒരു ബുള്ളറ്റ് എന്നൊരു നാമധേയം ശരിക്കും ആപ്റ്റാവുന്ന ഒരു വാഹനം 350 സ്റ്റാൻഡേർഡാണ്. എല്ലാം കൊണ്ടും ആ ഒരു ബുള്ളറ്റിൻ്റെ പഞ്ചുള്ള വണ്ടി എന്നുള്ളത് 350 സ്റ്റാൻഡേർഡ് തന്നെ ഉണ്ടാവുള്ളൂ, അതേ ഉള്ളൂ എന്നുള്ളതാണ് വാസ്തവം. ഇത് നമുക്ക് ഒരു എൻഫീൽഡ് ഓടിക്കുന്ന ഒരു പഞ്ചുള്ള അവസാനത്തെ കണ്ണി എന്ന് പറഞ്ഞതല്ല, നമ്മൾ ട്രഡീഷണലായിട്ടൊരു എൻജിൻ ഉള്ള ഒരു വണ്ടി ഓടിക്കുന്നുള്ള അവസാനത്തെ ഒരു ജനറേഷൻ അവസാനത്തെ കണ്ണി വാഹനമാണ് ഈ ക്ലാസിക് 350 സ്റ്റെൽത്ത് ബ്ലാക്കിൽ വരുന്നത്. എല്ലാവരും സ്റ്റെൽത്ത് ബ്ലാക്ക് എന്നാണ് പറയുക. ഈ ട്വിൻ കളർ വരുന്നുണ്ട് ഈ ഒരു കാറ്റഗറിയിൽ വന്നിട്ടുള്ള വണ്ടി. അപ്പോൾ ക്ലാസിക് എന്നുള്ള വാഹനം ശരിക്കും ഒരു ക്ലാസിക് റോയൽ എൻഫീൽഡിൻ്റെ പഴയ ഒരു ക്ലാസിക് രൂപകൽപ്പന നിലനിർത്തിക്കൊണ്ട് വന്ന വണ്ടിയാണ്. ശരിക്കും കണ്ടില്ല, നമ്മൾ ഈ ഒരു പഞ്ച് ഒരിക്കലും J സീരീസിൽ കിട്ടില്ല എന്നുള്ള അവസ്ഥ. എക്സോസ്റ്റ് മാറ്റി വെച്ച് കഴിഞ്ഞാലും ഈ J സീരീസ് കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങൾക്ക് ഈ ഒരു എക്സോസ്റ്റ് നോട്ട് നമുക്ക് എക്സോസ്റ്റ് മാറ്റി വെച്ചാലും കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു എൻജിനിൽ നിന്നുള്ള, ഇപ്പോൾ J സീരീസിന് പ്രത്യേകം എന്താ, J സീരീസ് എൻജിൻ പക്കാ ഒരു സൈലൻറ്റ് വണ്ടി ആയതുകൊണ്ട്, അതായത് കംപ്ലീറ്റ്ലി റീഫൈൻഡ് എൻജിൻ ആയതുകൊണ്ട് തന്നെ എൻജിൻ്റെ ഭാഗത്തുനിന്നുള്ളൊരു പഞ്ച് നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ്. അത് ഇങ്ങനെ വണ്ടി ഇങ്ങനെ ഓടും, സാധാ ഒരു ബൈക്കിൻ്റെ മാതിരി ഒരു വണ്ടി ഇങ്ങനെ ഓടും.
പിന്നെ റോയൽ എൻഫീൽഡ് ഓർമ്മപ്പെടുത്തൽ എന്നതിലൊക്കെ ഒരു എക്സോസ്റ്റ് നോട്ട് ഉണ്ട് എങ്കിലും കൂടി പഴയ ജനറേഷനിൽ വരുന്ന ആ ഒരു വാഹനത്തിൻ്റെ ആ ഒരു പഞ്ച് നമുക്ക് എക്സോസ്റ്റ് മാറ്റി വെച്ചാലും കിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് എനിക്ക് എത്രത്തോളം എഫക്റ്റ് ആവുന്നുണ്ട് എന്നുള്ള അറിയില്ല. അപ്പോൾ ഇന്നിപ്പം റോയൽ എൻഫീൽഡ് എക്സോസ്റ്റ് മാറ്റി വെക്കുക എന്നുള്ള, സൈലൻസർ മാറ്റി വെക്കുക എന്നുള്ള നിയമം അനുവദിക്കുന്നില്ല എങ്കിലും കൂടെ അതൊന്നും ഞാനിപ്പോൾ ആരും പാലിക്കുന്നതായിട്ട് കാണുന്നില്ല. ഈ അടുത്ത് പിന്നെ ചെക്കിങ് സ്ട്രോങ് ആക്കിയ സമയത്തൊക്കെ ഉണ്ടായിരുന്നാൽ ഇപ്പോൾ ആളുകൾ എക്സോസ്റ്റ് സൈലൻസർ ചോദിച്ചു വരാനും മാറ്റാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ കുറച്ച് അടുത്ത് സ്ട്രോങ് ആക്കുന്നവരെയൊക്കെ ഉണ്ടാവും, അതുവരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ജെ സീരീസും ഈ ഒരു പിന്നെ ക്ലാസിക്കും തമ്മിലുള്ള ഡിഫറൻറ്റ് ഇത് തന്നെയാണ് കേട്ടോ. നമ്മൾ റോയൽ എൻഫീൽഡ് ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു പഞ്ച് അത് തന്നെയാണ് ജെ സീരീസും തമ്മിലുള്ള മാറ്റമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇത് കണ്ടില്ലേ, ഈ ഒരു മുഴക്കം, ഈ ഒരു ബാസി നോയ്സ് ജെ സീരീസ് കിട്ടില്ല. പിന്നെ ഈ ഒരു എക്സോസ്റ്റ് നമ്മൾ സ്റ്റാൻഡേർഡിൽ വെക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് പഞ്ച് ഫീൽ ചെയ്യും കേട്ടോ, കുറച്ചുകൂടി ഒരു ബാസ് കൂടും. മഴ പെയ്യുന്നുണ്ട് ചെറിയ രീതിയിൽ. അപ്പം ഞാനിത് ടോപ്പ് ഗിയറിലാണ് വണ്ടി പോകുന്നത്, ചെറിയൊരു കയറ്റാണ്, നമുക്ക് നോക്കാം. പിന്നെ ക്ലാസിക്കിൻ്റെ പ്രത്യേകത എപ്പോഴും സ്റ്റാൻഡേർഡ് കമ്പയർ ക്ലാസിക്കിൻ്റെ പ്രത്യേകത പെട്ടെന്ന് പിക്കപ്പ് കിട്ടും കേട്ടോ, സഡൻ പിക്കപ്പ് വണ്ടി കിട്ടും. അതേമാതിരി പെട്ടെന്ന് വണ്ടി വലിച്ചു പോകാനും അത് ഓവർടേക്കിങ്ങിനൊക്കെ സ്റ്റാൻഡേർഡിനേക്കാൾ ഏറ്റവും ബെറ്ററായിട്ട് ഉള്ള വണ്ടി ക്ലാസിക് തന്നെയാണ്. അത് ഹൈ റേഞ്ച് മേഖലകളിലും കുറച്ച് കുന്നും കയറ്റങ്ങളൊക്കെ ഉള്ള മേഖലയിലും ഉള്ളൊക്കെ എനിക്ക് തോന്നുന്നു ക്ലാസിക് ഏറ്റവും നല്ല വണ്ടി ഉണ്ടാവാൻ തോന്നുന്നു കേട്ടോ. ബെറ്റർ അതല്ല സ്റ്റാൻഡേർഡ് പറ്റില്ല എന്നുള്ളതല്ല, പക്ഷേ എങ്കിലും കൂടെ കുറച്ചുകൂടെ ഒക്കെ നമുക്ക് പെട്ടെന്ന് എടുത്ത് പോകാനൊക്കെ നല്ല ക്ലാസിക് തന്നെയാണ്. അതുകൊണ്ട് അതിൻ്റെ തന്നെയാണ് ക്ലാസിക് ഇറക്കിയിട്ടുള്ളതും. അപ്പോൾ പഴയ പഞ്ച് നിർത്തിക്കൊണ്ടാണ് നമ്മളെ സ്റ്റാൻഡേർഡ് ഇറക്കിയതെങ്കിലും കൂടി അത് ഇത്ര തന്നെ സഡൻ പിക്കപ്പ് ക്ലാസിക്കിന് കിട്ടില്ല, അല്ല സ്റ്റാൻഡേർഡിന് കിട്ടില്ല കേട്ടോ. ലോ ആൻഡ് ടോർക്ക് കുറവായിരിക്കും. ലോ ആൻഡ് ടോർക്ക് എന്ന് പറഞ്ഞാൽ അടിക്കടി ഗിയർ മാറ്റേണ്ട ആവശ്യം സ്റ്റാൻഡേർഡ് ഉണ്ടാവില്ല. അത് ഇതിന് കുറച്ച് സാധാരണഗതിയിൽ ഇപ്പോൾ ഇത് എക്സോസ്റ്റ് മാറ്റി വെക്കാത്ത വണ്ടിയാണ് ഒരു 40 എന്താ പറയുക 50 അബവ് മാത്രമേ നമുക്ക് അഞ്ചാമത്തെ ഗിയറിൽ പോകാൻ പറ്റും. 50, 55, 60 എത്തിയാൽ കറക്റ്റായിട്ട് അഞ്ചാമത്തെ ഗിയറിൽ സ്മൂത്തായിട്ട് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ യൂസ്ഡ് മാർക്കറ്റ് ജെ സീരീസ് വണ്ടി ക്ലാസിക് BS6 നോക്കുന്ന ആൾ രണ്ട് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കുക. ഓരോരുത്തർക്കും ഒരു അഭിപ്രായമായിരിക്കുമല്ലോ. ഞാൻ എൻ്റേതായ ഒരു അഭിപ്രായമാണ് പറയുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് വണ്ടികൾ ഓടിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ബുള്ളറ്റ് എന്നുള്ളൊരു പഞ്ച് ഫീൽ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ബുള്ളറ്റ് എടുക്കും ബുള്ളറ്റിൻ്റെ പഞ്ച് ഫീൽ ചെയ്യുക എന്നുള്ളതാണല്ലോ. ആ ഒരു ബുള്ളറ്റിൻ്റെ യഥാർത്ഥ റൈഡ് കംഫർട്ട് ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. ബുള്ളറ്റ് കൊണ്ട് പിന്നെ എടുക്കുന്ന ആളുകൾ അറിയുന്ന, അതായത് അറിഞ്ഞെടുക്കുന്ന ആളുകളല്ല, അതായത് ബുള്ളറ്റിൻ്റെ ബ്രാൻഡ് നെയിം മാത്രം, റോയൽ എൻഫീൽഡിൻ്റെ ബ്രാൻഡ് നെയിം മാത്രം ഉദ്ദേശിക്കുന്നവർക്ക് ഏത് വണ്ടി സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു എക്സോസ്റ്റ് വെച്ചിട്ട് ഈ വണ്ടി ഓക്കെയാണ്. അതായത് നല്ല പഞ്ചുണ്ട്, അത്യാവശ്യം ടോർക്ക് കിട്ടുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് അലൗഡ് അല്ല എന്നുള്ളത് ഒരു വിഷയമാണ്, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളൊരു BS6 ക്ലാസിക് എടുത്തിട്ട് എക്സോസ്റ്റ് മാറ്റി ഓതാമെന്ന് കഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ പിടി വീണ 5000 ഫൈൻ വിടും. പിന്നെ നമുക്ക് ആ ഒരു ബുള്ളറ്റിൻ്റെ സൗണ്ടിനോട് തന്നെ മടുപ്പ് വരും. അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റെൽത്ത് ബ്ലാക്കിൻ്റെ റിവ്യൂ ചെയ്യുമോ എന്നുള്ളത്. ഇതാണ് ആ ഒരു സാധനം. ഇതിൻ്റെ കളർ ചേഞ്ച് ഉണ്ടെന്നേ ഉള്ളൂ. ഇത് 5ാമത്തെ ഗിയറിലാണ് വണ്ടി ഓടുന്നത്, നോക്കുക. അപ്പോൾ സാധാരണഗതിയിൽ ഞാൻ പറഞ്ഞല്ലോ, മുമ്പ് പറഞ്ഞ മാതിരി തന്നെ ഈ ഒരു 50 എബോവ് പോയാൽ മാത്രമേ നമുക്ക് 5ാമത്തെ ഗിയറിൽ ഓടാൻ പറ്റുള്ളൂ ക്ലാസിക്. ഇത് ഈ 45 ആ ഒരു റേഞ്ചിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫൈൻ പ്രശ്നമല്ല, 5000 കൊടുക്കാൻ റെഡിയാണെങ്കിൽ റിമോട്ട് ഏരിയക്കാണ് കുഴപ്പമൊന്നുമില്ല. നമുക്ക് സൈലൻസർ മാറ്റി വെച്ച് ഓടാവുന്നതേ ഉള്ളൂ. തന്നെ ഇതിൽ തന്നെ ഗ്രാജുവലി നമുക്ക് സ്പീഡ് എടുത്ത് പോകാനും പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു പോക്കിനും ക്ലാസിക്കാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പോൾ രണ്ട് ഇത് നോക്കുക, നിങ്ങൾക്ക് റൈഡ് സ്ലോ സ്പീഡിലാണ് ഏറ്റവും കൂടുതൽ റൈഡ് ആസ്വദിക്കുന്ന ആൾ എങ്കിൽ ഗോ ടു BS6 സ്റ്റാൻഡേർഡ്. അതായത്
ട്രഡീഷണൽ എഞ്ചിനിലേക്ക് പോകുന്ന ആളുകളാണെങ്കിൽ, അതല്ല കുറച്ചുകൂടി പിക്കപ്പ് മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ കുറച്ച് സ്പീഡപ്പ്, പെട്ടെന്ന് സ്പീഡ് എടുക്കാനും ഓവർടേക്ക് ചെയ്യാനും പൊട്ടിച്ച്, അതായത് ആക്സിഡൻറ്റ് ത്രോട്ടിൽ കൊടുത്ത് പോകാൻ ആഗ്രഹിക്കുന്ന വണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡിനേക്കാൾ ഏറ്റവും നന്നാവുക ക്ലാസിക് തന്നെ ആയിരിക്കും കേട്ടോ. ഞാൻ സംസാരിക്കുന്ന സംസാരം കുറച്ച് സ്ലോ ആയിരിക്കും, സ്പീഡായിട്ട് സംസാരിക്കില്ല. അതുകൊണ്ട് കാര്യങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ ഏറ്റവും കൂടുതൽ പിന്നെ ആഗ്രഹിക്കുന്നത്. അപ്പം അതൊരു കാര്യം മനസ്സിലാകാൻ കുറച്ച് സ്ലോയിൽ സംസാരിച്ചാലേ നടക്കുകയുള്ളൂ കേട്ടോ. എല്ലാം സ്പീഡിൽ സംസാരിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആളുകൾക്ക് ക്യാച്ച് ആവണമെന്നില്ല. അപ്പോൾ ഇതാണ് പറഞ്ഞല്ലോ, ധൈര്യമായിട്ട് എടുക്കാവുന്ന വണ്ടിയാണ്. കൂടുതൽ എനിക്ക് തോന്നുന്നു സ്റ്റാൻഡേർഡിനേക്കാൾ KS-നേക്കാളൊക്കെ അല്ല, ES-നേക്കാളും KS-നേക്കാളും കുറച്ചുകൂടെ ഒക്കെ ഒന്ന് പിന്നെ ECM മറ്റേത് പോണ പ്രശ്നങ്ങൾ കൂടുതലും കുറവ് കണ്ടുവരുന്നത് ഈ ഒരു ക്ലാസിക്കിലാണ് കേട്ടോ. വലിയ വിഷയമൊന്നുമില്ല. കാരണം വാട്ടർ സർവീസ് ശ്രദ്ധിക്കണം, ABS-ൻ്റെ മോഡൽ ശ്രദ്ധിക്കണം. മുമ്പ് പറഞ്ഞ മാതിരി തന്നെ ഈ ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് വാട്ടർ സർവീസ് നല്ല ശ്രദ്ധിക്കണം. ഏത് വണ്ടിയാണെങ്കിലും ഹൈ പ്രഷർ വാഷ് മാക്സിമം ഒഴിവാക്കുക. എന്നിട്ട് നിങ്ങൾ പിന്നെ വണ്ടി കൊണ്ട് നടക്കുക. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത് തന്നെയാണ്. ആ ഒരു ABS-ൻ്റെ ലൈറ്റും മേൽ ലൈറ്റും ശ്രദ്ധിക്കുക. അതിനുശേഷം വണ്ടി എടുക്കുക. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിന് മുമ്പുള്ള വീഡിയോയിലൊക്കെ ഞാൻ വീണ്ടും പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. അപ്പോൾ സ്റ്റെൽത്ത് ബ്ലാക്കിൻ്റെ ഒരു റിവ്യൂ വേണം, റൈഡ് റിവ്യൂ വേണം എന്നൊരു അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഇത് എടുക്കുന്നത്. എക്സോസ്റ്റ് മാറ്റി വെച്ചുകൊണ്ട് എനിക്കിതിൽ നല്ലൊരു പഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കുക, എന്നിട്ട് അതിൻ്റെ ശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.